ഹലോ ഗായ്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ. അപ്പോൾ ഞാൻ മാഗി ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാഗിയോ, പക്ഷേ ഉണ്ട്, നമ്മളിന്നൊരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, തക്കാളിയും പച്ചമുളകും ഞാൻ ചുട്ടെടുക്കുക ചെയ്തത്. മീൻസ് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒന്ന് മറിച്ചിട്ടു. പിന്നെ അതിൽ വെളുത്തുള്ളിയും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. മിക്സിയിലിട്ടിട്ട് അരച്ചു. ദെൻ ഇത്തിരി അണിയൻ എടുത്തിട്ട് നല്ല രീതിക്ക് ചോപ്പ് ചെയ്ത് ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. ചീനച്ചട്ടിയിൽ വെള്ളം ഒഴിക്കണം, വെള്ളം, ഓയിൽ, എണ്ണ വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആ മിക്സിയിൽ അടിക്കില്ലേ, അപ്പോൾ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോഴാണ് ഇടേണ്ടിയിരുന്നത് ഞാൻ, പക്ഷെ മറന്നുപോയതുകൊണ്ട് ഇതിലിട്ട് കൊടുത്തു. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റെപ്പ് മാറിപ്പോയാലും വലിയ പ്രശ്നമില്ല. പക്ഷെ അരച്ചെടുക്കേണ്ട സാധനം അത് നല്ല വൃത്തിക്ക് ചെയ്യുക, എന്നാലേ ആ ഒരു ടേസ്റ്റും എല്ലാമൊക്കെ സെറ്റ് ആവുള്ളൂ. ദെൻ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും. ഞാനിപ്പോൾ അച്ഛൻ്റെ വീട്ടിലാണ്, കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കലപിലയാണ്, ബട്ട് നെവർ മൈൻഡ്. ആൻഡ് ഈ മിക്സ്ചർ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച മിക്സ്ചറില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളെന്താ നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കുക. അത് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇത്തിരി ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത്, എനിക്ക് തോന്നുന്നു മാഗി മസാല ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തു. ആക്ച്വലി ഇത് കുറച്ച് ലോങ് വീഡിയോ പോലെ തോന്നുന്നുണ്ട്, വലുതായിട്ട് പറയാനൊന്നുമില്ല. അതാണ് ഞാനിപ്പം ഇങ്ങനെ സ്ലോ ആയി പോണത്. നിങ്ങൾ മാഗിയാണ് അല്ലെങ്കിൽ യിപ്പിയാണ് എടുക്കണമെങ്കിൽ മാഗിക്ക് ഉപ്പ് കുറവാണ്. എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, യിപ്പിക്ക് ഉപ്പ് കൂടുതലാണ്. അപ്പോൾ ഞാൻ യിപ്പിയാണ് എടുത്തത്. പക്ഷേ തക്കാളി ഉപ്പിനെ ബാലൻസ് ചെയ്തു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലുതായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ ഫുള്ള് കഴിച്ചു. സാധാരണ അവൻ കഴിക്കാറേയില്ല, ഒട്ടും കഴിക്കാറില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതിന് എരിവൊക്കെ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് അവൻ കഴിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് അവൻ കഴിച്ചു. ഐ വാസ് സോ ഹാപ്പി. ഞാൻ കുറച്ച് സന്തോഷമൊക്കെ ആയിരുന്നു, ജാടയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്, അവൻ കഴിച്ചല്ലോ. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കും, മാഗി ഇടും. ദെൻ റെസ്റ്റ് മീൻസ് അതൊന്ന് ആവാൻ വെക്കും. അതിൻ്റെ മുകളിൽ മല്ലിയില ചോപ്പ് ചെയ്ത് കുഞ്ഞിതാക്കി അരിഞ്ഞു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മീതെ ബട്ടറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് സെർവ് ചെയ്യുക, അത്രേ ഉള്ളൂ നമ്മുടെ ഒരു സ്റ്റെപ്പ്. അപ്പോൾ എൻ്റെ അനിയൻ ആദ്യം കഴിക്കണേക്കാൾ മുമ്പ് എന്ന് പറഞ്ഞു. പക്ഷെ ആക്ച്വലി ഞാൻ അവന് കൊടുത്തു, നേരത്തെ സ്പൂൺ കൊടുത്തില്ല, അവൻ കൈ കൊണ്ട് എടുത്ത് കഴിച്ചു. അതാണ് നേരത്തെ അവൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.